السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. മുഅ്മിനീങ്ങളെ, റജബ് മാസത്തിലെ 27 അടുത്ത വ്യാഴാഴ്ചയാണ് 27-ാം രാവ്. അന്നാണ് ഇസ്റാ മിഅ്റാജ് എന്ന അത്യത്ഭുതകരമായ ഒരു മുഅ്ജിസത്ത്, അത്യത്ഭുത സംഭവം അള്ളാഹുവിൻ്റെ പ്രവാചകരിലൂടെ അള്ളാഹു നടപ്പിൽ വരുത്തിയത്. മിഅ്റാജിൻ്റെ ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധ്യമാകും. ഇസ്റാ മിഅ്റാജ് ഏതൊരു കാലഘട്ടത്തിലും ജീവിക്കുന്ന പ്രവാചകർ അക്കാലഘട്ടത്തിലെ എല്ലാ ഭൗതിക സംവിധാനങ്ങളെയും മറികടക്കും വിധത്തിലുള്ള അത്യത്ഭുതകരമായ കാര്യങ്ങളെ കൊണ്ട് ദൈവീകതയെ ബോധ്യപ്പെടുത്തൽ പതിവായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മാരണവിദ്യകളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ അതിജയിച്ചു കടന്നു. ഖുർആൻ അത് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. ഫറോവ തൻ്റെ ദൈവീകത ചമഞ്ഞ രാജഭരണത്തെ സ്ഥിരപ്പെടുത്താൻ സാഹിര്യങ്ങളെ കൊണ്ട് ശ്രമം നടത്തിയപ്പോൾ അതിനെയെല്ലാം വെല്ലും വിധത്തിൽ തൻ്റെ കയ്യിലെ വടി പാമ്പായിക്കൊണ്ട് അതിനെ അതിജയിക്കും വിധത്തിൽ മൂസാ നബി അലൈഹി സ്വലാം മറികടന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഇൽമു തിബ്ബ്, വൈദ്യശാസ്ത്രം അക്കാലഘട്ടത്തിലെ പുരോഗതി അനുസരിച്ച് നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ വൈദ്യശാസ്ത്രം അന്ന് മുട്ടുകുത്തിയ ഒരു വിഷയമാണ് ജന്മനാലുള്ള അന്ധതയെ മാറ്റാൻ സാധ്യമാവുക എന്നത്. അതിന് ശമനം കൊടുക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജന്മനാൽ അന്ധനായി ജനിച്ചവരെ കാഴ്ച തിരിച്ചു കൊടുക്കുന്ന വിധത്തിൽ അതിനെ മറികടന്നു. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഉമ്മത്തിന്റെ നായകരാണ്. അതുകൊണ്ട് അവിടുത്തെ ജീവിതത്തിൽ കാണിച്ച അത്യത്ഭുതങ്ങൾ ലോകത്തെ അന്ത്യനാൾ വരെ വെല്ലും വിധത്തിലുള്ളതായിരിക്കണം. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏറ്റവും വലിയൊരു മുഅ്ജിസത്താണ് ഇസ്റാ മിഅ്റാജ്. എന്തുകൊണ്ട്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ലൈലൻ എന്ന ആ പ്രയോഗം രാത്രിയിലെ നൊടിയിട്ട സമയം കൊണ്ട് എന്നാണ് അതിനർത്ഥം. മക്കയിൽ നിന്ന് ജെറുസലമിലേക്ക്, ഇപ്പോഴത്തെ ഫലസ്തീനിലെ ഖുദ്സ് പള്ളിയിലേക്ക് പോകുകയും അവിടുന്ന് 7 ആകാശത്തിന്റെ അപ്പുറം, അത് മുസ്ലിം ബുഖാരി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്, പോകുകയാണ്. എന്നിട്ട് സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രത്യേകമായ ഒരു സംഭാഷണം നടത്തി തിരിച്ചു പോരുകയാണ്. 2020 ഹൈപ്പർ ലൂപ്പ് കണ്ടുപിടിക്കപ്പെട്ടത്. മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് 140 കിലോമീറ്റർ, അത് 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച് എത്തും എന്ന് അതിൻ്റെ വിദഗ്ധർ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പറഞ്ഞപ്പോൾ ചിലരൊക്കെ അത് പരിഹസിച്ചു. പക്ഷേ അത് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അതെല്ലാവരും അംഗീകരിച്ചു. ഒരു പ്രകാശരശ്മി സഞ്ചരിക്കുന്ന വേഗത അത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള
കണ്ടുപിടുത്തങ്ങളും വേഗതകളും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഈ അടുത്ത ഏതാനും വർഷങ്ങൾ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ പകുതികൾക്ക് ശേഷമാണ് ലോകത്ത് മനുഷ്യർ പരിചയപ്പെടുന്നത്. ഇപ്പോ ഏറ്റവും വലിയ വേഗത ശബ്ദ വേഗതയിലാണ് ലോകം നിലനിൽക്കുന്നത്. ശബ്ദത്തിന്റെ വേഗത അത് പ്രകാശ വേഗതയിലേക്ക്, ഇപ്പൊ ഹൈപ്പർലൂപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാ നിലക്കും അതിനുള്ള വിമാനങ്ങളും അത്തരം സംവിധാനങ്ങളൊക്കെ ലോകത്ത് വ്യാപിപ്പിക്കാനുള്ള ചിന്തയിലാണ് ശാസ്ത്രലോകം. അപ്പൊ നമുക്ക് മിനിറ്റുകളെ കൊണ്ട് അമേരിക്കയിലും ജപ്പാനിലും ജർമ്മനിലും യൂറോപ്യൻ കൺട്രീസുകളിലൊക്കെ പോയി വരാൻ സാധ്യമാകും. അപ്പൊ നമ്മൾ അതിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ വെല്ലും വിധത്തിലാണ് ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ പഠനം തന്നെ നടക്കുന്നത്. എന്താ? മറ്റു ഗ്രഹങ്ങളിൽ മനുഷ്യർക്ക് വസിക്കാൻ സാധ്യമാവുമോ എന്നുള്ളതാണ്. ഭൂമിയിലല്ലാതെ മറ്റു ഗ്രഹങ്ങളിൽ അതിന്റെ ചെറിയ ചെറിയ സാധ്യതകളൊക്കെ ശാസ്ത്രലോകത്ത് നാസയും മറ്റുമൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാനും മറ്റുള്ളതൊക്കെ അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടേയിരിക്കുന്നു പഠനങ്ങൾ. പക്ഷെ അങ്ങനത്തെ ഒരു മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഇതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു നൂറ്റാണ്ട് 14 മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശവും കടന്നു പോവുകയാണ്. ഏതാണ് ആ ലോകം എന്ന് ശാസ്ത്രം ഇപ്പോൾ അവിടെ എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ലോകത്തേക്ക് ഇപ്പോഴും ശാസ്ത്രത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന 7 ആകാശം. എന്താണ് ആ പ്രയോഗം? എന്തായിരിക്കും അതിന്റെ ഒരു സയന്റിഫിക്കായി അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എങ്ങനെ നമ്മൾ എത്തിപ്പെടും എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ശിശുക്കളാ എത്തുന്നേ ഉള്ളൂ. പക്ഷെ എത്തിപ്പെടുമ്പോ മനസ്സിലാവും ഇതൊക്കെ ഉള്ളത് തന്നെയാണ് എന്ന്. പക്ഷേ അത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റും വിധത്തിൽ വഹയിന്റെ അല്ലെങ്കിൽ ആ പ്രവാചകത്വത്തിന്റെ ആ ഒരു സ്വീകാര്യത, അവിടെയാണ് മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ അർത്ഥതലം നിലനിൽക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1-ാം ആകാശത്ത് ചെന്നു. ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആദം നബിനെ കണ്ടു അലൈഹിസ്സലാം. 2-ാം ആകാശത്ത് ചെന്നപ്പോ ഈസാ നബി അലൈഹി സ്വലാമും യഹ്യാ നബി അലൈഹി സ്വലാമും അവിടെ ഉണ്ട്. അവരെ കണ്ടു. അവർ നബിക്ക് വേണ്ടി ദുആ ചെയ്തു. സംഭാഷണങ്ങൾ നടന്നു. 3-ാം ആകാശത്ത് ചെന്നപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 4-ാം ആകാശത്ത് ചെന്നപ്പോ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 5-ാം ആകാശത്ത് ചെന്നപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 6-ാം ആകാശത്ത് ചെന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 7-ാം ആകാശത്ത് ചെന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവരൊക്കെ എന്നോ മരണപ്പെട്ടു പോയവരാ. അവരായിട്ടൊക്കെ സംഭാഷണം നടന്നു, സംസാരങ്ങൾ നടന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുത്ത് എത്തിയത്. ആ അള്ളാഹുവിന്റെ അടുത്ത് നിസ്കാരം 50 വഖ്ത് അള്ളാഹു സമ്മാനമായി നമുക്ക് നൽകി തിരിച്ചു പോരുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് എത്തിയപ്പോൾ മൂസാ നബി അതിലിടപെട്ടു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇത് പെട്ടെന്ന് അങ്ങോട്ട് നടക്കണ സാധ്യമല്ല. എന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ഭാരമേറിയ കാര്യമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി പോയിട്ട് അതൊന്ന് ചുരുക്കാൻ പറഞ്ഞു. മൂസാ നബിന്റെ വക ഒരു അപേക്ഷ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ നടന്ന് ആ 50 5ആയി ചുരുക്കി. ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ലോകത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു കഴിയുന്നുണ്ടെങ്കിലും ഇവിടെ മരണപ്പെട്ടു പോയ അദൃശ്യ ലോകത്തുള്ള ശക്തികൾ നിലവിലുള്ള ലോകത്ത് ഇടപെടും എന്നതിന് വളരെ വ്യക്തമായ ഒരു തെളിവാണ് ഈ ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ സംഭവം. ആ മഹാന്മാരായ ആത്മാക്കൾക്ക് ഈ ഭൗതിക ലോകത്ത് ഇടപെടാൻ കഴിയും. അവർ ഇടപെടേണ്ട സമയത്ത് അത് വേണ്ട വിധത്തിൽ അത് ചെയ്യും എന്നതിന് വ്യക്തമായ ഒരു തെളിവായി ബുഖാരിയും മുസ്ലിമും ഒക്കെ ഇത് ഉദ്ധരിക്കുകയാണ്. ആത്മാക്കളുടെ ശക്തി, മരണപ്പെട്ടു പോയവരുടെ ശക്തി, അവർ സ്വാലിഹീങ്ങളാണെങ്കിൽ അവർക്ക് ഇടപെടാൻ സാധ്യമാണ്. ഇത് ഒരു യുക്തിവാദിക്ക് ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്താൻ ഒരു മുസ്ലിമിനെ കൊണ്ട് പെട്ടെന്ന് സാധ്യമല്ല. അതാണ് മുസ്ലിമിന്റെ ഐഡന്റിറ്റി പറഞ്ഞത് യുഅ്മിനൂന ബിൽ ഗൈബ്. നിന്റെ തലക്ക് ബോധ്യമാകാത്ത പലതും നീ വിശ്വസിക്കേണ്ടി വരും. യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അഖ്ലിന് അത് മറിഞ്ഞടക്കുന്നതായി. അത് ഓരോ കാലഘട്ടത്തിലും ഓരോ നിലക്കായിരിക്കും മറിഞ്ഞടക്കുക എന്ന് മാത്രം.
ചിമ്മിനി വിളക്ക് കത്തിച്ച കാലത്ത് ഈ ബൾബ് നമുക്ക് കൈപ്പായിരുന്നു. ബൾബ് വന്നപ്പോ അത് ഹാജറായി. ഇങ്ങനെ പല സംഗതികളും ഓരോ കാലഘട്ടത്തിൽ കൈപ്പായിരിക്കും, പിന്നെ അത് ഹാജറാക്കാം. അപ്പൊ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം, നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യം, നമ്മൾ പഠിച്ചെത്തുന്ന വിദ്യാഭ്യാസം, നമ്മളുടെ അറിവ്, നമ്മളുടെ പ്രായം, നമ്മളുടെ അനുഭവങ്ങൾ, അതിനനുസരിച്ചാണ് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുള്ളൂ. അത് നമ്മളുടെ ചെറുപ്പം എന്നതിലപ്പുറം വേദഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന, ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്ന, പ്രവാചക വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നു, അഖ്ലിനല്ല പ്രാധാന്യം, നഖ്ലിനാണ് പ്രാധാന്യം എന്നത്. ബുദ്ധിക്കല്ല പ്രാധാന്യം, ഉദ്ധരണികൾക്കാണ് പ്രാധാന്യം. മുൻഗാമികൾ എന്ത് പറഞ്ഞു അതിനാണ് പ്രാധാന്യം, ബുദ്ധിക്കല്ല. അഖ്ലും നഖ്ലും തമ്മിൽ എതിര് വരുമ്പോൾ നഖ്ലിന് മുൻഗണന കൊടുക്കുന്നവനാണ് വിശ്വാസി എന്നർത്ഥം. ബുദ്ധിയും യുക്തിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യം വരുമ്പോൾ പ്രമാണത്തിന് പ്രാധാന്യം. അവിടെ അഖ്ലിനെ മാറ്റി നിർത്തി പ്രമാണത്തിന്റെ കൂടെ പോകാൻ ആർക്ക് സാധ്യമാവുമോ അവനാണ് വിശ്വാസി. അവനെ പറ്റിയാണ് വിശ്വാസി എന്ന് പറയുന്നത്. അല്ല കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കുമ്പളങ്ങ വലിപ്പത്തിൽ ഇങ്ങനെ കാണുന്നത് മാത്രം വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു വിശ്വാസിയല്ല, അത് ഒറിജിനൽ വിശ്വാസിയല്ല. അതാ അതിന്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ഇതിനെ വെല്ലാൻ ഖിയാമത്ത് നാൾ വരെ ഒരു ശാസ്ത്രീയ സംവിധാനത്തിനും സാധ്യമാകൂല. അപ്പോ ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ പ്രവാചകർ ഈ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും അത്യുത്തമനായി നിലകൊള്ളുന്നു, അഷ്റഫുൽ ഖൽഖായി നിലകൊള്ളുന്നു എന്നർത്ഥം. സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവനായി നിലകൊള്ളുന്നു. അതിനുള്ള ആയുധം, അതിനുള്ള മരുന്ന് 23 വർഷക്കാലത്തിന്റെ ഇടയിൽ തന്നെ ലോകത്ത് കൊടുത്തുപോയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, ഇനി ഒരു പ്രവാചകൻ വരേണ്ട ആവശ്യമില്ല. അത് ആദ്യമേ കൊടുത്തുപോയി, അത് ആദ്യമേ ഇവിടെ ഇട്ടേച്ചു പോയി, എല്ലാം വെച്ചുപോയി. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കേണ്ടതിനെ ആദരിക്കുവാനും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 5 വഖ്ത് നിസ്കാരം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി നേടാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്.